ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ലെങ്തി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്രയും കുറച്ച് നാളായത് സ്വീഡനിൽ വന്നിട്ട് എൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. ഇത്രയും കുറേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാനെല്ലാം ഷോർട്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഷോർട്സ് ആയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഇങ്ങോട്ടുള്ള ജേണിയുടെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ചാനലിലൊന്ന് ഗ്രോ ചെയ്യുള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇങ്ങോട്ടുള്ള ജേണി ഞാൻ ഓഗസ്റ്റ് 26 ഏർലി മോർണിംഗ് ആണ് നമ്മുടെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പം 25 നൈറ്റ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 12 എൻ്റെ ഫ്ലൈറ്റ് അവിടെ നിന്നുള്ള ഫ്ലൈറ്റ് കൊച്ചി ടു മുംബൈ വരെയുള്ള ഡൊമസ്റ്റിക്കിലായിരുന്നു. അപ്പം ഡൊമസ്റ്റിക്കിൽ നിന്നാണ് നമ്മൾ കയറിയത്. അപ്പോൾ അവിടുന്ന് നമുക്ക് ഒത്തിരി ഡിലേ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഫ്ലൈറ്റ് കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പം ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു 12 മണി ഒരു മണി ആവാറായെന്ന് തോന്നുന്നു ഞാൻ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയപ്പം. അപ്പം എല്ലാവരുമായിട്ടാണ് വന്നത്. എല്ലാവരും ഫാമിലി, ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നുള്ളത്, എൻ്റെ വീട്ടിൽ നിന്നും ഒക്കെ എല്ലാവരുമായിട്ടാണ് വന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ട്രാവലറൊക്കെ വിളിച്ച് എല്ലാവരും എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നൈറ്റായിരുന്നു പോകുന്നത്. അപ്പോൾ 25 ഈവനിങ് ഒരു ഈവനിങ് അല്ല, ഒരു നൈറ്റ് 8 o'clock ഒക്കെ ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളൊരു 10-11 മണിയെങ്ങാണ്ടായി, 10-11 മണിയായെന്ന് തോന്നുന്നു എത്തിയപ്പം. അങ്ങനെ 11 മണിയെങ്ങാണ്ടായി എത്തി. അപ്പോൾ ഒരു 12 ആയി ഞാൻ അകത്ത് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി കയറിയപ്പം. ലേറ്റ് ആയിരുന്നു ഫ്ലൈറ്റ്. എനിക്ക് 2:30 ശരിക്കും അവിടുന്ന് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഫ്ലൈറ്റ് അവിടെ എത്തിയപ്പോഴേക്കും അതായത് ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. 4:30 ആയപ്പോഴായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇത് ശരിക്കും എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞാൻ അതിന് തൊട്ട് മുമ്പ് എന്തോ ഒരു ഭാഗ്യത്തിന് ശരിക്കും എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. അപ്പോൾ അതിന് മുമ്പൊക്കെ എനിക്കിതൊക്കെ ആലോചിക്കുമ്പോൾ ടെൻഷനാണ്. എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, ഒന്നും അറിയത്തില്ല, എന്താകും എന്നൊന്നും അറിയില്ല. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്കൊരു ചെന്നൈയിൽ പോകേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു നമുക്കെങ്കിൽ ഫ്ലൈറ്റിൽ പോവാം. അപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ ഒരു ഐഡിയയെങ്കിലും കിട്ടും എന്താ ചെയ്യേണ്ടത് അവിടെ ചെന്നിട്ട്. അങ്ങനെ ഞാൻ ഹസ്ബൻഡും അന്ന് ചെന്നൈയിൽ പോയത് അങ്ങനെ ഫ്ലൈറ്റിലാണ്. അപ്പം അത് ഇത്രയും ദൂരെയല്ലേ, പിന്നെ എനിക്ക് ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് ടെൻഷനുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ചെന്നൈയിൽ അങ്ങനെ പോയി. ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായിരുന്നു. അത് തൊട്ട് 2-3 ദിവസം മുമ്പ് മാത്രം, 2-3 ദിവസം മുമ്പാണ് ഞങ്ങൾ അങ്ങനെ ചെന്നൈയിൽ പോയത്. അപ്പോൾ അങ്ങനെ അവിടെ പോയി എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കയറി ചെക്ക് ഇൻ ചെയ്തപ്പോൾ നമുക്ക് അവിടുന്ന് അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടി. നമ്മൾ ഗേറ്റിൻ്റെ അങ്ങോട്ട് നേരെ ചെക്ക് ഇൻ ചെയ്തിട്ട് നേരെ ഗേറ്റിൻ്റെ അങ്ങോട്ടാണ് പോയത്. അങ്ങനെ ഗേറ്റിൻ്റെ അവിടെ പോയി വെയിറ്റ് ചെയ്തു. അവിടെ കുറേ നേരം ഇരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇത് പോയിൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുത്തിയിട്ടേക്കായിരുന്നു. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ കയറാൻ ടൈമായപ്പോൾ ഉറക്കപ്പിച്ചിന്ന് ഞാൻ എണീറ്റു. ഫ്ലൈറ്റിൽ കയറി അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അയ്യോ പവർ ബാങ്ക് എടുത്തില്ലല്ലോ. പിന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് പവർ ബാങ്കും എടുത്തില്ല, എൻ്റെ ചാർജറിൻ്റെ കണക്ടറും എടുത്തില്ല, കേബിളും എടുത്തിട്ടില്ല. അപ്പം അങ്ങനെ അവിടെ നിന്ന് ഞാൻ എയർ ഹോസ്റ്റസിനോട് പറഞ്ഞു ഇങ്ങനെ എൻ്റെ പവർ ബാങ്കും ഇതും എടുത്തിട്ടില്ല. അപ്പം ഞാൻ അവിടെ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരവിടെ നിന്ന് പോയി ഇവിടെ നിന്നു. അവർ എടുത്തിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് അവരുടെ ആൾക്കാർ വന്ന് എനിക്ക് എടുത്തുകൊണ്ട് തന്നു. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ടെൻഷൻ ഉണ്ടാവുമല്ലോ, നമുക്ക് ഒറ്റയ്ക്ക് ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാം. ശരിക്കും ഇവിടെ അല്ല. അപ്പം എന്തായിരിക്കും അവസ്ഥ, എങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്ക് ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ദൂരത്തൊക്കെ ഒറ്റയ്ക്ക് പോകുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അവരോടൊക്കെ സംസാരിക്കാൻ പറ്റുമോ, ഉള്ള ഒരു മനസ്സിനുള്ള ഇങ്ങനെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷേ ഇതൊന്നും പുറത്തോട്ട് ഞാൻ കാണിച്ചിട്ടില്ല. ഉള്ളിലുള്ള ടെൻഷനൊക്കെ കുറേ ആലോചിക്കുമ്പോൾ ടെൻഷൻ, ഞാനത് ആലോചിക്കത്തില്ല. പിന്നെ നമുക്ക് അവിടെ തന്നെ ഇവിടെ, അതായത് സ്വീഡനിൽ എത്തിയിട്ടുള്ള ആൾക്കാരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഒറ്റയ്ക്കാണ് വന്നത്, അതൊന്നും ടെൻഷനൊന്നും ആവണ്ട, ഇവിടെ എല്ലാവരോടും ഹെൽപ്പ് ചോദിക്കുക, അപ്പോൾ ഹെൽപ്പ് ചോദിച്ചാൽ എല്ലാവരും ഹെൽപ്പ് ചെയ്യും, നല്ല ആൾക്കാരാണ്, അങ്ങനെയൊക്കെ കുറേയൊക്കെ ഇത് കേട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ, അവർക്കൊക്കെ വരാൻ പറ്റുമെങ്കിൽ പിന്നെ എനിക്കും വരാൻ പറ്റും എന്നുള്ളൊരിതായിരുന്നു. അങ്ങനെ നമുക്ക് ഫ്ലൈറ്റ് കൊച്ചി ടു മുംബൈ ആയിരുന്നു. അങ്ങനെ മുംബൈയിലെത്തി. മുംബൈയിൽ അപ്പം 4:30 എങ്ങാണ്ടായി ഞാൻ കൊച്ചിയിൽ നിന്ന് കയറിയപ്പോൾ. അങ്ങനെ മുംബൈയിൽ ഞാനൊരു എനിക്ക് തോന്നുന്നു 8-9 മണി എങ്ങാണ്ടായപ്പം എത്തി. 8 മണി 7:30 8:30 എങ്ങാണ്ടായപ്പോൾ എത്തി. അപ്പം എനിക്ക് കൊച്ചിയിൽ നിന്ന് ഡൊമസ്റ്റിക് ആയതുകൊണ്ട് കൊച്ചിയിൽ നിന്നും എനിക്ക് ചെക്ക് ഇൻ ചെയ്യണമായിരുന്നു. മുംബൈയിൽ ചെയ്തിട്ട് മുംബൈയിലും ബാഗ് കളക്ട് ചെയ്തിട്ട് ചെക്ക് ഇൻ ചെയ്യണമായിരുന്നു. അപ്പോൾ ഇത്രയും ബാഗൊക്കെ കൂടെ എങ്ങനെയൊക്കെയോ ഞാൻ ആ ട്രോളിയിലെടുത്ത് വെച്ചു. എന്നിട്ട് അവിടെ നിന്ന് താഴെ പിന്നെ ഞാൻ പോയത് എൻ്റെ ക്യാഷ് ചേഞ്ച് ചെയ്യാൻ, അതായത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇന്ത്യൻ റുപ്പി എങ്ങനെയെങ്കിലും സ്വീഡിഷ് മണി ആക്കണം എന്ന്, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പലയിടത്തു നിന്നായിട്ട് കേൾക്കുന്നത്, നമുക്കിതൊന്നും അറിയില്ല. അപ്പോൾ എവിടെ നിന്ന് മാറ്റണം, എങ്ങനെ മാറ്റണം ഒന്നും അറിയില്ല. ഒന്നാമത് നമ്മൾ കൊച്ചിയിൽ നിന്ന് പോയത് നൈറ്റാണ്, പിന്നെ ഡൊമസ്റ്റിക്കിൽ നിന്നാണ് പോയത്. അപ്പോൾ നമുക്ക് മണി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മുംബൈയിലെ ഒരു ഓപ്ഷനുള്ളൂ. അപ്പോൾ മുംബൈയിൽ വരണം. അപ്പോൾ ഞാനിങ്ങനെ അവരോട് ചോദിച്ചു. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ ഫോറക്സ് ചേഞ്ച് ചെയ്യുന്ന സ്ഥലമുണ്ട്. അപ്പം അങ്ങനെ അവിടെ ചോദിച്ചു, അങ്ങനെ ചെയ്തു. അപ്പോഴേക്കും അങ്ങനെ ചെയ്തു. പിന്നെ നമ്മൾ പോയത്, നമ്മുടെ ബാഗ് പിന്നെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ നടന്നത്. അവിടെ വെച്ചിട്ട് എനിക്ക് പിന്നെ ബാഗ് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് എനിക്കിന്ന് ബാത്റൂമിൽ പോകാനോ അല്ലെങ്കിൽ ഒന്ന് ഫ്രഷ് ആവാനോ എനിക്കൊന്നും പറ്റിയിട്ട് ഞാനൊരു സാധനം അവിടെ നിന്ന് കഴിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര അപ്പം തന്നെ ഞാൻ അത്യാവശ്യം ടയേർഡായിരുന്നു. ചിലപ്പം ഇങ്ങനെ മനസ്സിലുള്ള ആ ഒരു ടെൻഷനും ഇതൊക്കെ കൊണ്ടാണോ എന്നറിയില്ല, ഞാൻ അപ്പം തന്നെ കുറച്ച് ടയേർഡായിരുന്നു. പിന്നെ നമ്മൾ പിന്നെ നമുക്ക് അവിടുന്ന് അങ്ങനെ ചെക്ക് ഇൻ ചെയ്തു. ചെക്ക് ഇൻ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ശരിക്കും മുംബൈയിൽ നിന്ന് നമുക്ക് എത്യോപ്യൻ എയർലൈൻസ് ആയിരുന്നു. എത്യോപ്യയിലോട്ട് പോകുന്നതും എത്യോപ്യയിൽ നിന്ന് നമ്മൾ സ്വീഡനിലോട്ട് പോകുന്നതും എത്യോപ്യൻ എയർലൈൻസിലായിരുന്നു നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ വെച്ച് തന്നെ, മുംബൈയിൽ വെച്ച് തന്നെ നമുക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് ബോർഡിംഗ് പാസ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ചെക്ക് ഇൻ ചെയ്തപ്പോൾ അവർ ബോർഡിംഗ് പാസും തന്നു, പിന്നെ ഒരു അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറും തന്നു. ഇതൊക്കെ എന്തിനാ? ബോർഡിംഗ് പാസ് പിന്നെ നമുക്ക് അറിയാം, പക്ഷേ ഈ അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ട് എന്തിനാ? ഞാനടുത്ത് ഇനി ഫ്ലൈറ്റിൽ ഫുഡിൻ്റെ ആയിരിക്കുമോ, ഇതൊക്കെയാണ് എനിക്കറിയില്ല, നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തിനാണെന്നറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുംബൈയിൽ നിന്ന് ചെക്ക് ഇൻ ചെയ്തു. അവിടെ നിന്ന് എനിക്ക് മുംബൈയിൽ നിന്ന് നമ്മുടെ മണി ചേഞ്ച് ചെയ്തപ്പോൾ ഇന്ത്യൻ റുപ്പിയിൽ നിന്ന് USD ആക്കിയ, കാരണം അവിടുന്ന് തന്നെ കറക്റ്റ് സ്വീഡിഷ് മണി ആയിട്ട് കിട്ടില്ല. അപ്പോൾ അവിടെ അവർ എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സ്വീഡനിൽ ചെന്നാലും ഇന്ത്യൻ റുപ്പി നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് USD ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് ഓക്കെ, എങ്കിൽ അങ്ങനെ, കാരണം നമ്മുടെ ആവശ്യമാണല്ലോ, എന്താണെന്ന് വെച്ചാലും കുഴപ്പമില്ല. അങ്ങനെ USD ആക്കി. USD കൊണ്ടാണ് പിന്നെ ഞാൻ പോയത്. അപ്പോൾ എനിക്ക് നമ്മുടെ 10,000 എന്തോ നമ്മുടെ ക്യാഷ് കൊടുത്തിട്ട് 100 USD ആണ് കിട്ടിയത്. അപ്പോൾ അത് കിട്ടി. അങ്ങനെ അതുമായിട്ട് പോയി. പിന്നെ നമ്മുടെ ചെക്ക് ഇൻ കഴിഞ്ഞു. പിന്നെ ഇമിഗ്രേഷൻ ചെക്കിനും നമുക്ക് മുംബൈയിൽ വെച്ച് തന്നെയായിരുന്നു. അപ്പോൾ ഈ എത്യോപ്യൻ എയർലൈൻസിൻ്റെ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് അവരെന്നോട് പഴയ പാസ്പോർട്ട് ചോദിച്ചു. ആക്ച്വലി ഞാൻ പഴയ പാസ്പോർട്ട് കൊണ്ടുപോയിട്ടില്ലായിരുന്നു. ഞാൻ എടുത്തതുപോലെ എനിക്ക് ഓർമ്മ, പക്ഷേ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോഴേക്കും പാസ്പോർട്ട് ഇല്ല, പഴയ പാസ്പോർട്ടില്ല, പുതിയ പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെന്നോട് പഴയ പാസ്പോർട്ട് ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, ആദ്യമായിട്ടാണോ പോകുന്നത്, പിന്നെ നിങ്ങളുടെ റെസിഡൻസ് പെർമിറ്റ് കാർഡ് കാണിക്കുക. റെസിഡൻസ് പെർമിറ്റ് കാർഡ് കാണിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇതിവിടെ പോകാതെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയത്? അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഇത് എയർലൈൻസുകാർ തന്നെയാണ് ഇതൊക്കെ ചോദിച്ചത്. നമുക്ക് ഇമിഗ്രേഷൻ്റെ അവിടെ ചെന്നപ്പോഴേക്കും അവരങ്ങനെയൊന്നും ചോദിച്ചില്ല. നിങ്ങളുടെ ഓഫർ ലെറ്റർ, പിന്നെ നിങ്ങളുടെ പെർമിറ്റ് കാർഡ്, എന്ത് കോഴ്സാണ് നിങ്ങൾ പഠിക്കുന്നത്, ഏതാ യൂണിവേഴ്സിറ്റി, ഇങ്ങനെ ചോദിച്ചു ഇമിഗ്രേഷൻ്റെ അവിടെ ചെന്നപ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെക്ക് ഇൻ കഴിഞ്ഞു, അതുപോലെ ഇമിഗ്രേഷൻ ചെക്ക് ഇൻ കഴിഞ്ഞു. പിന്നെ സെക്യൂരിറ്റി ചെക്ക് ഇൻ കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി ചെക്ക് ഇൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം, എനിക്ക് കൊച്ചിയിൽ വെച്ചിട്ട് സെക്യൂരിറ്റി ചെക്ക് ഇൻ എൻ്റെ ക്യാബിൻ ബാഗിനകത്തായിരുന്നു. ക്യാബിൻ ബാഗ്, അതായത് നമ്മുടെ ബാഗിൽ സ്ഥലമില്ല, അപ്പോൾ ക്യാബിൻ ബാഗിൽ കുറച്ചും കൂടെ വെയിറ്റ് കൊള്ളുമായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ ബ്ലെൻഡർ ഉണ്ടായിരുന്നു. ബ്ലെൻഡർ ഞാനെടുത്ത് എൻ്റെ ക്യാബിൻ ബാഗിലിട്ടു. അപ്പോൾ സെക്യൂരിറ്റി ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ബ്ലേഡ് പോലത്തുള്ള സാധനമൊന്നും പാടില്ല. അപ്പോൾ അവരതെടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് ബ്ലേഡ് ഉണ്ട്. ഓക്കെ, ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം തന്നെ ഞാൻ വീട്ടുകാർക്ക് കൊടുത്തു വിട്ടിട്ടാണ് ഞാൻ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയത്. അപ്പോൾ അങ്ങനെ
മുംബൈയിൽ വന്നു. മുംബൈയിൽ ചെക്കിനെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഗേറ്റിലോട്ട് പോയി. അപ്പോഴൊക്കെ നമുക്ക് ഉള്ളിലൊക്കെ ഇങ്ങനെ ടെൻഷനോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ ഒരു ഇതോ എന്തൊക്കെയോ ഉള്ള ഒരു മനസ്സിലിങ്ങനെ എന്തൊക്കെയോ. അപ്പം തന്നെ കുറേ ഞാൻ ടയേർഡായിരുന്നു. എന്ത് ചെയ്യും, എങ്ങനെ എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം, ഒന്നും പറ്റുന്നില്ല ഈ ബാഗൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ അവിടുന്ന് അങ്ങനെ ഓക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഫ്ലൈറ്റിൽ കയറി. അവിടെ നിന്ന് എനിക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് 11:45 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ഈവനിങ് ഒരു 5 o'clock അല്ലെങ്കിൽ ആ സമയത്തെങ്ങാണ്ട് എത്യോപ്യയിൽ എത്തുന്നത്. അങ്ങനെ അതിൽ കയറി. അവിടുന്ന് ഫുഡ് ഉണ്ടായിരുന്നു. നമുക്ക് ഉച്ചത്തേക്കുള്ള ഫുഡ് അതിനകത്തുണ്ടായിരുന്നു. റൈസും പിന്നെ പ്രോൺസൊക്കെ ഒന്ന് ഇങ്ങനെ വേവിച്ചതുപോലത്തെ അങ്ങനെ അതൊക്കെ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ എത്യോപ്യയിലെത്തിയപ്പം ശരിക്കും അവിടെ എന്തോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല സ്ഥലം. പക്ഷേ അവിടെ ചെന്നപ്പോൾ എന്താ ചെയ്യണ്ടേ, എങ്ങനെയാണ് ഇനി എവിടെ ഇരിക്കണ്ടേ ഒന്നും അറിയത്തില്ല. നമുക്ക് അവിടെ എയർപോർട്ടിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അങ്ങനെ എത്യോപ്യയിൽ ചെന്നു. അവർ തന്നെ നമ്മളോട് ചോദിച്ചു, നിങ്ങൾക്ക് അക്കോമഡേഷൻ പേപ്പർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് എനിക്ക് എന്താ സാധനമൊന്നും അറിയില്ല. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് മുംബൈയിൽ നിന്ന് കിട്ടിയ സാധനമാണെന്ന്. അങ്ങനെ അവിടെ ചെന്നപ്പം എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ ചെന്നാൽ മതി, നിങ്ങൾക്ക് അത് അവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നു. പിന്നെ ഇവിടെ പോകും അവിടെ പോകുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ ഫോറിനേഴ്സ് പുറത്തോട്ട് ഇറങ്ങുന്നെങ്കിൽ അവിടെ നിന്ന് നമ്മളിങ്ങനെ നമ്മുടെ പാസ്പോർട്ട് ചെക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം അവർ പാസ്പോർട്ട് ചെക്ക് ചെയ്തു. അങ്ങനെ നമ്മളെ പുറത്തോട്ട് കൊണ്ടിട്ട് അവർ പറഞ്ഞു അവിടെ നിങ്ങൾക്ക് ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ബസ്സിൻ്റെ അങ്ങോട്ട് പൊക്കുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ബസ്സിന് അപ്പോഴും നമുക്കറിയില്ല ഇത് ശരിക്കും എന്തിനാണ് പുറത്തോട്ട് കൊണ്ട് ഇനി വേറെ ടെർമിനലിലോട്ട് കൊണ്ടുപോകാനാണോ ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഓക്കെ അങ്ങനെ പോയി. അങ്ങനെ പോയപ്പോഴേക്കും അവർ നേരെ കൊണ്ടുപോയത് ഒരു ഹോട്ടലിലോട്ടാണ്. അപ്പോൾ നമുക്ക് ഇത്രയും മണിക്കൂർ ലേവർ ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് എന്താ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ അവർ അക്കോമഡേഷൻ എത്യോപ്യൻ എയർലൈൻസ് അവർ തന്നെ ഒരു അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പോഴും നമുക്ക് ദൈവമേ ഇനി ഇവരിതിന് ചാർജ് പിടിക്കുമോ. അപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവരോട് ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ നമുക്ക് ചാർജ് പിടിക്കുമോ. അപ്പോൾ ഇല്ല അത് അവർ തന്നെ ഇൻക്ലൂഡഡ് ആണ് ഇതിനകത്ത്. ഓക്കെ. അപ്പം അങ്ങനെ ഒരു നല്ലൊരു ഹോട്ടൽ ആയിരുന്നു അത്. അവിടെ തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ് ആക്സസ് ഉണ്ടായിരുന്നു. നമുക്ക് ഫുഡ് പോയി കഴിക്കാം, നമുക്ക് ഇഷ്ടമുള്ള സാധനം വേണമെങ്കിൽ എടുത്ത് കഴിക്കാം. പിന്നെ അവിടെ നിന്ന് തന്നെ അവർ ചെക്ക് ഇൻ ചെയ്തു, അവർ റൂം തന്നു. അങ്ങനെ ആ റൂം കിട്ടിയതുകൊണ്ട് കുറച്ചൊക്കെ ആശ്വാസമായി. കാരണം നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റി. പിന്നെ ഫോണിലാണെങ്കിൽ അത്രയും നേരം നമ്മുടെ ഈ എത്യോപ്യയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ സിം കട്ടാവും. അപ്പോൾ നമ്മൾ ആർക്കും വിളിക്കാൻ പറ്റില്ല. പിന്നെ ഫ്ലൈറ്റിലാണെങ്കിൽ വൈഫൈ നമുക്കൊന്നും ഇല്ല. അപ്പം അങ്ങനെ നമുക്ക് വാട്സപ്പ് കോൾ തന്നെ. പിന്നെ ഇവിടെ എത്തിയപ്പോൾ വൈഫൈ കണക്ട് ചെയ്തു. അങ്ങനെ വിളിച്ചു കുറേ മിസ് കോളുണ്ടായിരുന്നു. കാരണം ഇന്ത്യൻ ടൈം വെച്ചിട്ടാണ് അവർ നോക്കി എത്താറായാലോ. പക്ഷേ ശരിക്കും എത്യോപ്യൻ ടൈമിലാണ് അവിടെ എത്തുന്നത്. അപ്പം അങ്ങനെ ഞാൻ അവിടെ എത്തി. പിന്നെ അങ്ങനെ ഞാൻ അവിടെ എത്തി. അവരെല്ലാവരും വിളിച്ചു. അങ്ങനെ കുറച്ച് നേരമൊക്കെ വിശ്രമിച്ചു. അപ്പോൾ എനിക്ക് പിന്നെ ഉണ്ടായിരുന്ന ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 10:30-ക്കായിരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഇത് എപ്പോഴാണ് വരണ്ടേ. ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ റൂമിൽ വന്നിട്ട് നേരെ ഫുഡ് കഴിക്കാൻ താഴെ പിന്നെയും പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു എപ്പോഴാണ് അങ്ങോട്ട് പോകണ്ടേ. പറഞ്ഞ് നിങ്ങളുടെ ഫ്ലൈറ്റ് എപ്പോഴാണോ അതിനൊരു 2 മണിക്കൂർ മുമ്പ് നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു 10 മണിക്കായിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. അപ്പം 8 മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യണം ഇവിടുന്ന്. എന്നിട്ട് അവിടെ താഴെ എപ്പോഴും 15 മിനിറ്റ്സ് കൂടുമ്പോൾ ബസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു 7 മണിയൊക്കെ പോവാം. അപ്പം അത്രയും നേരം നമ്മൾ റെസ്റ്റ് എടുത്തു, ഫോണൊക്കെ ചാർജ് ചെയ്തു, പവർ ബാങ്ക് ചാർജ് ചെയ്തു. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ കിടന്നു. പിന്നെ അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇത് ചെയ്തു. പിന്നെ ഫുഡ് കഴിച്ചു. അങ്ങനെ കുറച്ചൊന്ന് ഫ്രഷായി, ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അങ്ങനെ നമ്മൾ നേരെ പിന്നെ ഒരു 7-7:30 ആയപ്പോൾ ഞാനൊരു ഓക്കെ പോകാം, ചെക്ക് ഔട്ട് ചെയ്യാം എന്നോർത്തു. അങ്ങനെ അവിടെ ചെന്നു. പിന്നെയും നമ്മൾ എത്യോപ്യ എയർപോർട്ടിലെത്തി. അവിടെ നിന്നിട്ട് ഇവിടെ എല്ലാവരും നമ്മുടെ ഇതിങ്ങനെയാണല്ലോ. അതായത് ആദ്യം ചെക്ക് ഇൻ ചെയ്യണം, പിന്നെ ഇവിടെ പോകണം, പിന്നെ അവിടെ പോകണം, അങ്ങനെയൊക്കെയാണല്ലോ. പിന്നെ ഞാൻ ചെക്ക് ഇൻ ചെയ്യേണ്ടടുത്ത് പോയി ക്യൂ നിൽക്കും. അവിടെ ഭയങ്കര ഒരു ക്യൂ ആയിരുന്നു. ഒരു 1 hour-ഓളം ഞാൻ അവിടെ ക്യൂ നിന്നു. അതും കയ്യിലുള്ള എല്ലാവർക്കും ഭയങ്കര ലഗേജൊക്കെയുള്ള. അപ്പോൾ ഇതെല്ലാം ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ആൾക്കാരെ വിളിക്കുള്ളൂ. അങ്ങനെ കുറേ പേരുണ്ട്, എൻ്റെ ഫ്രണ്ടിൽ കുറേ പേരുണ്ട്. അങ്ങനെ ഞാൻ 1 മണിക്കൂറോളം നിന്ന് അവിടെ എത്തിയപ്പോഴേക്കും അവർ പറയാം നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ബോർഡിംഗ് പാസ് ഉണ്ട്, സോ നിങ്ങൾക്ക് നേരെ ഡയറക്റ്റ് കയറി ചെല്ലും. അങ്ങനെ പിന്നെ ഞാൻ നേരെ ചെന്നത് നമ്മുടെ ഇമിഗ്രേഷൻ ചെക്കിനിലോട്ട്. അങ്ങനെ ഇമിഗ്രേഷൻ ചെക്കിൻ്റെ അവിടെ പോയി. അത്രയും നേരം ക്യൂ നിന്നു. ഞാൻ അവിടെ നിന്ന് ശരിക്കും മടുത്തു. അത്രയും നേരം നിൽക്കേണ്ടി വന്നു.
അങ്ങനെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു. എന്നാൽ നമ്മുടെ കയ്യിൽ ഈ ഒരു ബാഗ് മാത്രമേ ഉള്ളൂ. അവർ ഒന്നും പറയണ്ട, ഞാൻ ടിക്കറ്റ് കാണിക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോർഡിംഗ് പാസ് ഉണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റ് കയറി ചെല്ലാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇമിഗ്രേഷൻ ചെക്കിന് അവിടെ ഉണ്ടായിരുന്നു. അവിടെ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ എത്യോപ്യയിൽ നമ്മുടെ സെക്യൂരിറ്റി ചെക്കിന് നമ്മുടെ ഷൂ ഒക്കെ എല്ലായിടത്തും എനിക്ക് തോന്നുന്നു ഊരണം. പക്ഷേ കൊച്ചിയിൽ നമുക്ക് അത്രയും ഇല്ലായിരുന്നു. മുംബൈയിലുണ്ടായിരുന്നു തോന്നുന്നു, മുംബൈയിലും ഇല്ലായിരുന്നു. പക്ഷേ എത്യോപ്യയിൽ വന്നപ്പോൾ ഷൂ ഒക്കെ ഊരിച്ചു. അങ്ങനെ നമുക്ക് സെക്യൂരിറ്റി ചെക്കിൻ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ ഈ ഇത്രയും നേരം ക്യൂ ഒക്കെ നിന്ന് അവിടെ എത്തിയപ്പോൾ തന്നെ ഗേറ്റിൻ്റെ അങ്ങോട്ടുള്ള ഇതൊക്കെ ഓപ്പണായി. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിൽ കയറി. ഇതായിരുന്നു ഒരു ലോങ് ജേർണി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 8 hours എന്തോ ഉണ്ടായിരുന്നു. കാരണം രാത്രി 10 മണിക്ക് കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം സ്വീഡനിലുള്ള 6:30-7 മണിയാകുമ്പോഴേ അവിടെ എത്തുള്ളൂ. എത്യോപ്യയിലെയും സ്വീഡനിലെയും തമ്മിലും ടൈം വ്യത്യാസമുണ്ട്. അപ്പം നമ്മുടെ അവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 10 മണി എങ്ങാണ്ടായി, 10-10:30 എങ്ങാണ്ടാവും തോന്നുന്നു. നമ്മുടെ അവിടെ 10-11 മണി എങ്ങാണ്ടാവും. അങ്ങനെ സ്റ്റോക്ക്ഹോമിൽ എത്തണമെങ്കിൽ അങ്ങനെ കയറി. പിന്നെ ഞാൻ കയറിയ ഉടനെ ഫ്ലൈറ്റിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. അങ്ങനെ അതിനകത്ത് കൊണ്ടുവന്ന ഫുഡ്, പിന്നെ ഉറക്കപ്പിച്ചിലാണ് അവർ ഫുഡൊക്കെ കൊണ്ടുവന്നത്. അപ്പം ഞാൻ അവരോട് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് എന്താ പറയണമെന്ന് പോലും എനിക്ക് എന്താ അവർ ചോദിക്കുന്നത് ഒന്നും അറിയത്തില്ല. പിന്നെ അവരെന്നോട് ഫുഡ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ മോർണിംഗ് ആയപ്പോഴേക്കും പിന്നെ മോർണിംഗിലെ ഫുഡ് കൊണ്ടുവന്നു. പിന്നെ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചു. രാവിലെ ഒരു 7:30-8 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ സ്റ്റോക്ക്ഹോമിലെത്തി. പിന്നെ നമ്മുടെ പെട്ടിയെല്ലാം അവിടെയാണല്ലോ വരുന്നത്. അങ്ങനെ അവിടെ ഒരു മണിക്കൂറോളം നിന്നു പെട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. കുറേ കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത്. അങ്ങനെ അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ പെട്ടി വന്നപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ച ഒരാളോട് പറഞ്ഞു, ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം ഞാൻ തന്നെ വെച്ചു. അങ്ങനെ നമ്മുടെ ട്രോളിയിലെടുത്ത് വെച്ചു. ട്രോളിയിലെടുത്ത് തന്നെ വെച്ചിട്ട് പിന്നെ പോകേണ്ടത് നമ്മുടെ അർലാൻഡ എക്സ്പ്രസ് അങ്ങോട്ടാണ്. അപ്പം അതിന് മുമ്പ് തന്നെ നമ്മൾ ഇറങ്ങാൻ നേരത്ത് അവിടെ നമുക്ക് ഇതുപോലെ ഫോറിനേഴ്സ് അങ്ങോട്ട് വരുമ്പോൾ തന്നെ അവർക്കൊരു പാസ്പോർട്ട് ചെക്കൊക്കെ ഉണ്ട്. അങ്ങനെ അവരതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തോട്ട് പോകുന്നത്. നമ്മൾ പെട്ടി കളക്ട് ചെയ്യാൻ പോയത്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ ലഗേജും ഒക്കെ ആയിട്ട് നമുക്ക് ട്രോളി ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ നമുക്കൊരു ഗുണമുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ ആ ട്രോളി നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ അതെടുത്ത് വെച്ചു. അവിടെ നിന്ന് നേരെ പോയത് നമുക്ക് ആദ്യം പോകേണ്ട നമ്മുടെ മണി ചേഞ്ച് ചെയ്യാം. എനിക്ക് ശരിക്കും ഫോറെക്സ് കാർഡ് ഉണ്ട്. പക്ഷേ ഫോറെക്സ് കാർഡ് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ ഇത് എമൗണ്ട് ഇതുവരെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അവിടെ ഞാൻ ആ എയർപോർട്ടിലോട്ട് അതായത് എയർപോർട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴി തന്നെ എന്തോ എൻ്റെ ഒരു ഭാഗ്യത്തിന് അവിടെ ലൈക്ക എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ സിമ്മിൻ്റെ പേരാണ്. സ്വീഡനിലെ സിമ്മിൻ്റെ ഫ്രീ ആയിട്ട് സിം കിട്ടും. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഫ്രീ സിം കിട്ടും. അപ്പോൾ അതെന്തോ ഭാഗ്യത്തിന് ഞാൻ കണ്ടു. അതൊരു മൂലക്കായിരുന്നു അവിടെ അവർ ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഞാൻ കണ്ടു. അപ്പോൾ അവരോട് ചെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ സിമ്മ് അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവരോട് തന്നെ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നമുക്ക് ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പോൾ അവരെന്നോട് പറഞ്ഞു മേലത്തെ ഫ്ലോറിലാണ്, അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ ഞാൻ ചോദിച്ചു സിം എനിക്ക് എടുക്കണം, അപ്പം അതെങ്ങനെ? അപ്പോൾ പറഞ്ഞു നിങ്ങൾ പോയി ചേഞ്ച് ചെയ്തിട്ട് വാ, എന്നിട്ട് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മേളിൽ പോയി അവിടെ പോയി നമ്മൾ USD-ന്ന് നേരെ നമ്മൾ സെക്കിലോട്ട്, അതായത് സ്വീഡിഷ് ക്രോണയിലോട്ട് മാറ്റി. അങ്ങനെ അവിടെ നിന്ന് മാറ്റിയിട്ട് നേരെ നമ്മൾ പിന്നെയും തിരിച്ച് താഴെ വന്നു. അങ്ങനെ സിം എടുത്ത് അവിടെ വെച്ച് തന്നെ ആക്ടിവേറ്റ് ചെയ്ത് ഞാൻ വിളിച്ചൊക്കെ നോക്കി, വീട്ടിലോട്ട് വിളിച്ച് നോക്കി. അവർക്കൊക്കെ നമ്പർ, അമ്മേനെയും വിളിച്ചു, ഹസ്ബൻഡിനെയും വിളിച്ചു, ഒക്കെ അവരെ വിളിച്ചിട്ട് നമ്പർ കൊടുത്തു. അങ്ങനെ അവിടെ വെച്ച് തന്നെ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ഫോറെക്സ് കാർഡ് യൂസ് ചെയ്തപ്പോൾ എൻ്റെ ക്യാഷ് അതിനകത്ത് നിന്ന് അതായത് ഡെബിറ്റ് ആവുന്നില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി കയ്യിൽ ക്യാഷ് ഇപ്പോൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കൊടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ അത് കൊടുത്തിട്ട് അപ്പോൾ കാരണം എനിക്ക് ഫോറെക്സ് കാർഡ് കിട്ടിയത് ഞാൻ പോകുന്നതിന് ഒരു 2 ദിവസം മുമ്പാണ്. അപ്പോൾ ഇത് ആക്ടിവേറ്റ് ആയോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കത് യൂസ് ചെയ്യാനൊരു പേടി ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ
പിന്നെ ഞാൻ ചോദിച്ചു അവരോട് എവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ പറഞ്ഞു നിങ്ങൾ മണി ചേഞ്ച് ചെയ്യാൻ പോയ ആ ഒരു ഫ്ലോറിൽ തന്നെയാണ്, അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നു. എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരെ സിം എടുത്തു, നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് ചെന്നു. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ ഒരു 9 മണിയെങ്ങാണ്ടായി, 8:30 9 മണിയായി. അപ്പം എനിക്ക് 10 മണിക്കാണ് ട്രെയിൻ എടുത്തത്. അതായത് ഞാനൊരു 6:30 7 മണിയാകുമ്പോൾ വരുമെങ്കിലും ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഞാൻ ഇവിടുത്തെ ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള എനിക്കിവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പം പുള്ളിക്കാരിനെ കൊണ്ടാണ് ഞാൻ ടിക്കറ്റ് എടുപ്പിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും ഡിലേ ആയിട്ടുള്ള ഒരു ടിക്കറ്റ് മതി, കാരണം ഞാൻ വന്നിട്ട് കുറച്ച് ടൈം ഉണ്ടല്ലോ, അപ്പോൾ എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയാമല്ലോ, അങ്ങനെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ അവിടെ ചെന്നിട്ട് നമ്മുടെ ഒരു കൗണ്ടർ പോലെ ഉണ്ട്, അവിടെ ചെന്ന് ഞാൻ ടിക്കറ്റ് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു 15 മിനിറ്റ്സിന് മുമ്പേ നിങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഒരു 1 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു, അതിന് തൊട്ട് ഫ്രണ്ടിൽ തന്നെ വെയിറ്റ് ചെയ്തു. അങ്ങനെ അവിടെ വെച്ച് തന്നെ ഞാനപ്പോൾ ഫോറെക്സ് കാർഡിൻ്റെ അവരെ HDFC എന്നായിരുന്നു, അപ്പം അവരെ ഞാൻ വിളിച്ചു. അവരുടെ നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ കാർഡിന്, ഒന്നും കൂടെ ഒന്ന് മാമിന് ട്രൈ ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പിന്നെ അവിടെ പോയി വെള്ളവും പിന്നെ ഫുഡ് ഒരു സാൻഡ്വിച്ച് ഇതും വാങ്ങി. അപ്പോൾ അവർ അവിടെ ചെന്നപ്പോഴേക്കും ഓക്കെ ആയി, ഫോറെക്സ് കാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കൊരു ആശ്വാസം. അങ്ങനെ അവിടെ നിന്ന് നേരെ കുറച്ച് നേരമൊക്കെ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്തൊക്കെ ഫോണൊക്കെ ചാർജ് ചെയ്തു. അവിടെ തന്നെ കണക്ട് ചെയ്യാനൊക്കെ ഉള്ള ഇതുണ്ട്, പവറുണ്ട്. അപ്പം അങ്ങനെ ചെയ്തിട്ട് നേരെ പോയത് റെയിൽവേ സ്റ്റേഷന് താഴത്ത്, അതായത് നമുക്ക് നമ്മുടെ ഫ്ലോറിൽ നിന്ന് താഴത്തോട്ടുള്ളൊരു ഇതുണ്ട്. അപ്പം താഴത്തോട്ട് വേണം നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. അവിടെ ചെന്നപ്പം അത് നമുക്ക് അത്രയും നേരം ട്രോൾ യൂസ് ചെയ്യാം. ഇത് എങ്ങനത്തെ ട്രെയിനായിരിക്കും, വരുന്ന ട്രെയിനൊക്കെ ചിലത് പ്ലാറ്റ്ഫോമിൽ നിന്ന് നേരെ കയറാം, അത് ചിലതിന് സ്റ്റെപ്പ് ഉണ്ട്. അപ്പം എൻ്റെ ദൈവമേ, ഞാൻ അങ്ങോട്ടുള്ള ട്രെയിൻ എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയില്ല. അപ്പം ഭാഗ്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അവിടുത്തെ പോലെയല്ല, ഇത്തിരി സ്റ്റെപ്പ് ഉണ്ട്. അപ്പം നീ ആരോട് വേണമെങ്കിലും ഹെൽപ്പ് ചോദിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ അടുത്താണെങ്കിൽ ആരുമില്ല ഹെൽപ്പ് ചോദിക്കാൻ. അപ്പം ഞാൻ എൻ്റെ ഈ അത്രയും വലിയ ലഗേജൊക്കെ കണ്ടിട്ട് അവിടെ ഒരു ആഫ്രിക്ക ഒരു ചെറുക്കനുണ്ടായിരുന്നു, അവനൊരു ധൈര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അവിടെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ എടുത്ത് കയറ്റാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എൻ്റെ ട്രെയിൻ വന്നു. അങ്ങനെ എൻ്റെ ട്രെയിൻ വന്നപ്പോഴേക്കും നമ്മുടെ TTനെ പോലെ അവിടെ ടിക്കറ്റ് നോക്കുന്ന ഒരാളും പുറത്തിറങ്ങി നിന്ന് അവരോട് സംസാരിക്കുന്നത്. അപ്പം ഞാൻ വേഗം അയാളുടെ അടുത്തോട്ട് ഓടി, ഇത് വലിച്ചുകൊണ്ട് ഓടി, ലഗേജും വലിച്ചുകൊണ്ട് ഓടി. അപ്പം പുള്ളി പറഞ്ഞു ഇതല്ല നിങ്ങളുടെ ക്യാബിൻ, ഇതാണ്, അങ്ങോട്ട് കയറിക്കുമെന്ന്. അപ്പം ആ ചെറുക്കനും, അതായത് ആഫ്രിക്കയിൽ നിന്നുള്ള ആ ചെറുക്കനും അങ്ങോട്ട് തന്നെയായിരുന്നു, ആ ക്യാബിനിൽ തന്നെയായിരുന്നു. അങ്ങനെ അവനും അങ്ങോട്ട് വന്നു. അപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് എന്തോ എൻ്റെ ലഗേജ് എനിക്ക് പുള്ളി എടുത്ത് അകത്ത് വെച്ച് തന്നു. അപ്പം അങ്ങനെ ഇത് വെച്ചു, ലഗേജ് എടുത്ത് അകത്ത് വെച്ച് എങ്ങനെയൊക്കെയോ കയറി ഞാൻ. അങ്ങനെ ട്രെയിനിൽ കയറിയിട്ട് പിന്നെ അവിടുന്ന് 2 hours ഉണ്ടായിരുന്നു. സ്റ്റോക്ക്ഹോം എയർപോർട്ടിൽ നിന്ന് 2 hours ഉണ്ട് നമ്മുടെ സ്ഥലത്തോട്ട്, ബൊർലാങ് എന്ന് പറഞ്ഞിട്ടുള്ള ബൊർലാങ് സെൻട്രലിൽ നിന്നാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പം അങ്ങോട്ട് 2 hours ഉണ്ടായിരുന്നു. അങ്ങനെ ട്രെയിൻ കയറി. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറിയിട്ട് ഒരു 2 മണിക്കൂർ ഇരിക്കേണ്ടി വന്നു. 2 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്താറായി. അപ്പം എത്താറായിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് നോക്കുന്നുണ്ട്. ആ ടൈം അടുത്തപ്പോഴേക്കും അവരിങ്ങനെ നമുക്ക് മെട്രോയിൽ നമ്മൾ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്ന പോലെ ഓരോ സ്ഥലത്തുമ്പോഴേ അവർ അനൗൺസ് ചെയ്യും. പക്ഷെ നമുക്ക് ഇവർ പറയണത് നമുക്ക് ശരിക്കും മനസ്സിലാവില്ല. ഇവർ പ്രൊനൗൺസ് ചെയ്യുന്നതും നമ്മളിത് വായിക്കുന്നതും നമുക്ക് ഡിഫറൻസ് ഉണ്ട്. അപ്പം ഇവർ ഈ ടൈം എത്താറായപ്പോഴേക്കും ഞാൻ ജസ്റ്റ് മാപ്പിൽ നോക്കി ഇനി ഇത്ര ദൂരമുണ്ട്. അപ്പം അങ്ങനെ നോക്കി എത്താറായപ്പോഴേക്കും ഞാൻ നമ്മൾ ഡോറിൻ്റെ അങ്ങോട്ട് നിന്നു. അപ്പോഴും ഞാനോട് ദൈവമേ, ഇതും ഞാൻ എങ്ങനെ ഇറക്കി വെക്കും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ അവിടെ അങ്ങനെ ഞാൻ ഇറങ്ങി വെക്കാൻ പോയപ്പോഴേക്കും എൻ്റെ പുറകിലൊരു ലേഡി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി എൻ്റെ ഒരു ബാഗ് പുള്ളിക്കാരി എടുത്തു. അങ്ങനെ പുള്ളിക്കാരി എനിക്ക് എടുത്തു തന്നു, താഴെ വെച്ചു, എടുത്ത് പുറത്ത് വെച്ച് തന്നു. അങ്ങനെ അതായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. പിന്നെ ആ ലഗേജും വലിച്ച് പുറത്തോട്ട് പോയി. പിന്നെ അടുത്ത ലക്ഷ്യം നമുക്ക് ടാക്സി കിട്ടുക എന്നുള്ളതായിരുന്നു. അങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ തന്നെ ടാക്സി ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് നമുക്കെല്ലാം രാവിലെ തന്നെ ആയിരുന്നു നമുക്കെല്ലാം നമ്മൾ എത്തിയതൊക്കെ. സ്റ്റോക്ക്ഹോമിൽ എത്തിയതായാലും അതുപോലെ ബൊർലാങ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായാലും എല്ലാം നമ്മൾ രാവിലെ തന്നെ എത്തി. എന്തായാലും ഒരു രാത്രി ആ ഒരു സമയം അല്ലായിരുന്നു. എന്തായാലും അതൊക്കെ ഒരു ഭാഗ്യമാണ്. അങ്ങനെ അവിടെ എത്തി. അവിടുന്ന് നമുക്ക് ടാക്സി വിളിച്ചു. ടാക്സി ഇവിടുന്ന് ശരിക്കും ഒരു 10 മിനിറ്റ് ഉള്ളൂ. 10 മിനിറ്റ് ഇല്ല ടാക്സിയിൽ നിന്ന് നമ്മുടെ അങ്ങോട്ട്. അപ്പം നമുക്ക് അഡ്രസ്സ് ഉണ്ടായിരുന്നു നമ്മുടെ ഒരു മെയിലിൽ. അപ്പോൾ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. പുള്ളി അങ്ങനെ അവിടെ കൊണ്ടാക്കി തന്നു. പുള്ളി നമ്മുടെ
ലഗേജൊക്കെ എടുത്ത് ഫ്രണ്ടിൽ കൊണ്ട് വെച്ച് തന്നു. അങ്ങനെ അതൊക്കെ ഒരു ഭാഗ്യമായിരുന്നു ശരിക്കും, അങ്ങനെയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. അല്ലാതെ നമുക്ക് ഇത്രയും ദൂരമൊക്കെ ഇത്രയും ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ ഇത്രയും ലഗേജൊക്കെ എടുത്ത് മനസ്സിന് ശരിക്കും നമുക്കിങ്ങനെ ആദ്യമായിട്ടാണ് ആ ഒരു ടെൻഷൻ ഉള്ളിലുണ്ട്. പക്ഷേ എങ്കിലും നമ്മളത് കാണിക്കാതെ തന്നെയാണ് അത്രയും വന്നത്. ഞാനത് ഓർത്തിട്ട് ഇങ്ങനെ ഓർക്കാറില്ല, എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ടെൻഷൻ ഉണ്ടെന്നുള്ള കാര്യമൊന്നും, എനിക്കിത് പറ്റും, എല്ലാവരും ഒറ്റയ്ക്ക് വരുന്നതല്ലേ, അപ്പോൾ പറ്റും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പോയത്. അപ്പം അങ്ങനെ അവിടെ എത്തി. പിന്നെയുള്ള ലക്ഷ്യം കീ എടുക്കുക. എനിക്ക് അവർ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് സ്റ്റുഡൻസ് അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ എന്ന് വരും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെയിൽ വഴിയാണ് അയക്കുക. അപ്പോൾ അവർ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാം ഭയങ്കര എന്താ, അവിടെ ആരും ഇല്ല. ഞാൻ ചെന്നപ്പോൾ ഓർത്തു, ഇവിടെ റിസപ്ഷനിലെങ്കിലും ആരെങ്കിലും ഉണ്ടാവും, റിസപ്ഷനായിട്ട് ഉണ്ടാവും, ആരെങ്കിലും ഉണ്ടാവും നമ്മൾ ചെല്ലുമ്പോൾ എന്നുള്ളു. അവിടെ ആരും ഇല്ല. നമുക്കൊരു മെയിൽ അയച്ചിട്ടുണ്ട് അപ്പുറത്തെ ഡോറിൻ്റെ അവിടെ, ഇതാണ് നിങ്ങളുടെ ഡോറിൻ്റെ കീയുടെ നമ്പർ, അത് എന്താ നമ്പർ ലോക്കാണ്, അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കീ കിട്ടും. എനിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല, ഇത് അതിൻ്റെ അകത്ത് കയറിയിട്ടാണെന്നുള്ള രീതിയിലാണ്. ഞാൻ അവിടെ ചെന്ന് ഡോറ് വലിച്ചോണ്ടിരിക്കുക. എന്തോ ഭാഗ്യത്തിന് ഒരാൾ ഇറങ്ങി, അവിടെ താമസിക്കുന്ന ഒരാളാണ്, പുള്ളി ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു എങ്ങനെ. അപ്പം ഞാൻ ഈ മെയിൽ എനിക്ക് ഇങ്ങനെയായിരുന്നു. അപ്പോൾ സൈഡിൽ തന്നെ, അതായത് നമ്മുടെ മെയിൻ ഡോറിൻ്റെ സൈഡിൽ തന്നെ ഒരു ചെറിയൊരു ഡോറുണ്ട്. ആ ഡോറിലെ നമ്പറാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ നമ്പർ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ അത് ഓപ്പൺ ആവും. അപ്പോൾ നമ്മുടെ പേര് എഴുതിയിട്ടുള്ളൊരു കവറിൽ നമ്മുടെ കീ ഉണ്ട്. ആ കീ ആണ് ബാക്കി എല്ലായിടത്തോട്ടും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വേറെ 2 ഡോറുണ്ട്, അത് 2ലോട്ടും നമ്മുടെ ഈ കീ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ മെയിൻ ഡോർ ഓപ്പൺ ചെയ്യണതിനും ഇതുപോലെ നമ്പർ ലോക്ക് ഉണ്ട്. അത് നമുക്ക് മെയിൽ എന്തോ ഉണ്ടായിരുന്നു, പക്ഷെ പുള്ളി എനിക്ക് പറഞ്ഞു തന്നു ഇതാണ് നമ്മുടെ മെയിൻ ഡോറിൻ്റെ നമ്പർ ലോക്ക്, അങ്ങനെ ഇത് യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ പുള്ളി അകത്തോട്ട് നമ്പർ പറഞ്ഞു തന്നിട്ട് പുള്ളി അങ്ങോട്ട് പോയി. പിന്നെ അടുത്ത ലക്ഷ്യം ഏത് ഫ്ലോറിലാണ് ഞാൻ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. 1305 ഇത് മാത്രമേ എനിക്കറിയത്തുള്ളൂ, ഇതിനകത്ത് ഏതാണ്. പിന്നെ എൻ്റെ എന്താ നമ്മുടെ കീയുടെ അകത്ത് 45 അപ്പം ഞാൻ വിചാരിക്കും 45 നമ്പറാണ്, റൂം നമ്പറാണ് എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. പിന്നെ 4 ഉണ്ട്. അപ്പോഴേ ഞാൻ ഇതെങ്ങനെ ഓപ്പൺ ചെയ്യും. പിന്നെ ഒരു കീ എന്ന് പറയുന്നത് ഒരു കുറേ കീ ഉണ്ട്, ഇത് എന്തിൻ്റെയൊക്കെ കീ ആണെന്ന് പോലും അറിയില്ല. അങ്ങനെ എല്ലാ കീ ഇട്ടും നോക്കി. മെയിനായിട്ടും നമുക്ക് ഒരു അകത്തോട്ട് കയറുന്ന ഏറ്റവും ഫസ്റ്റിലുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് നമ്പർ ലോക്കാണ്. അത് കഴിയുമ്പോൾ ഒരു വാതിലുണ്ട്, അതിനും നമുക്ക് നമ്മുടെ കീ, നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ കീ ഉണ്ട്. പിന്നെ അത് കഴിയുമ്പോൾ ഓരോ ഫ്ലോറിനും ഓരോ ഫ്ലോറിലുള്ളവരുടെ കീ വെച്ച് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കീട്ടും ഞാനിങ്ങനെ നോക്കും. പിന്നെ എനിക്ക് ഇത് ഫ്ലോറാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഭാഗ്യനെ വിളിച്ചു, എങ്ങനെയാ. അപ്പോൾ പറഞ്ഞു നീ നോക്ക്, നിൻ്റെ ഫ്ലോറിൻ്റെ മാത്രമേ നിനക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ എല്ലാ ഫ്ലോറിലും ഓപ്പൺ ചെയ്ത് നോക്കി. എന്തോ 4th ഫ്ലോർ ആയിരുന്നു എൻ്റെ. അങ്ങനെ അത് ഓപ്പണായി. അങ്ങനെ ഞാൻ റൂമിലെത്തി. ഇതായിരുന്നു എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒറ്റയ്ക്ക് വരുമ്പോൾ. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത കുറേ കാര്യങ്ങൾ, അതായത് ഇത്രയും ദൂരം ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഓരോരോ അനുഭവങ്ങൾ, അതൊക്കെ ശരിക്കും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. അതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ലൈഫിൽ. ഞാൻ കുറേ എൻജോയ് ചെയ്തു. പിന്നെ നമുക്കുള്ളിലൊരു സങ്കടവും ഒരു ടെൻഷനും ഒക്കെ ഉണ്ട്, പക്ഷേ അതെല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ അത് എടുത്തിരിക്കുന്നത്. പിന്നെ അപ്പം എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു വിശ്വാസത്തിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും, അതൊരുറപ്പാണ്. അപ്പം ഇതായിരുന്നു എൻ്റെ ഒരു ജേണി, ഇതായിരുന്നു എൻ്റെ ഒരു സ്റ്റോറി, ഞാനിവിടെ എത്തിയതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്, സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.